ഓം മന്ദാരഗന്ധസംയുക്തം ചാരുഹാസം ചതുർഭുജം മന്ദാരഗന്ധസംയുക്തം ചാരുഹാസം ചതുർഭുജം ബർഹി പിഞ്ചാവചൂടാംഗം ബർഹി പിഞ്ചാവചൂടാംഗം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഹരി ഓം. സുഹൃത്തുക്കളെ, ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5-ാം അധ്യായം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി. അതിൽ ശ്രീനാരദൻ വേദവ്യാസ മഹർഷിക്ക് ഭാഗവത ദീക്ഷ നൽകുവാനായി സരസ്വതി നദിയുടെ തീരത്തെത്തിയതായാണ് നമ്മൾ കണ്ടത്. അവിടെ വച്ച് ഭഗവാൻ നാരദൻ വേദവ്യാസന് തൻ്റെ പൂർവജന്മചരിതത്തെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. കുതൂഹലനായ വേദവ്യാസന് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതനുസരിച്ച് വീണ്ടും വ്യാസരോട് നാരദൻ തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കഥ പറയുന്നതായി സൂതൻ ശൗനകാദികളോട് സംസാരിക്കുകയാണ്. സൂതൻ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ, അങ്ങനെ നാരദ മഹർഷിയുടെ പൂർവജന്മ വൃത്താന്തം കേട്ടതിനു ശേഷം സത്യവതിയുടെ പുത്രനും ഭഗവത് അവതാരവുമായ ശ്രീ വേദവ്യാസൻ വീണ്ടും നാരദരോട് ചോദിച്ചു, അല്ലയോ ബ്രഹ്മപുത്ര, അധ്യാത്മജ്ഞാനം തന്ന് അങ്ങയെ അനുഗ്രഹിച്ച് ആ മഹർഷികൾ പുറപ്പെട്ടു പോയതിനു ശേഷം അങ്ങയുടെ ഈ ജന്മം ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങ് എങ്ങനെയാണ് ശേഷകാലം ജീവിച്ചിരുന്നത്? ഭിക്ഷ നേടിയതിൽ പിന്നെ അങ്ങ് എങ്ങനെ വർത്തിച്ചിരുന്നു? ആ പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് ഈ പുതുശരീരം കാലാന്തരത്തിൽ അങ്ങയ്ക്ക് എങ്ങനെ കൈവന്നു? മഹാമുനെ, കാലം സകലതിനെയും ഇല്ലാതാക്കുമെന്നിരിക്കെ കഴിഞ്ഞ കൽപ്പത്തിൽ നടന്ന ആ വസ്തുതകളെല്ലാം ഒരു മാറ്റവും കൂടാതെ അങ്ങ് എങ്ങനെയാണ് ഓർത്തുവയ്ക്കുന്നത്? വ്യാസരുടെ ആ ചോദ്യത്തിന് ശ്രീനാരദൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, വ്യാസരെ, അധ്യാത്മജ്ഞാനം നൽകി ആ ഋഷീശ്വരന്മാർ മറ്റെങ്ങോട്ടേക്കോ പുറപ്പെട്ടു പോയതിന് ശേഷം കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ബാക്കി ജീവിതം ഇപ്രകാരമായിരുന്നു. ഞാൻ ഒരു വീട്ടുവേലക്കാരിയുടെ ഏക മകനായിരിക്കെ എൻ്റെ അമ്മയ്ക്ക് മറ്റൊരാശ്രയം ഉണ്ടായിരുന്നില്ല. അവരുടെ സ്നേഹവാത്സല്യങ്ങളിൽ ഞാൻ ബന്ധിതനായി. അസ്വതന്ത്രയായ എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹിച്ച വിധം എന്നെ വളർത്തുവാനും കഴിവുണ്ടായിരുന്നില്ല. എല്ലാവരും ഈശ്വരൻ്റെ കൈവശമുള്ള മരപ്പാവകളെപ്പോലെയാണല്ലോ. എനിക്ക് ഏകദേശം 5 വയസ്സുള്ള സമയം അമ്മയെ ആശ്രയിച്ച് ദിക്കോ ദേശമോ കാലമോ അറിയാതെ അവിടെയുള്ള ബ്രാഹ്മണരുടെ ഇടയിൽ ഞങ്ങൾ ജീവിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈശ്വരനിയോഗമായിരിക്കാം, രാത്രിയിൽ ഒരു പശുവിൻ്റെ പാൽ കറക്കാൻ പോയ എൻ്റെ അമ്മയെ വഴിയിൽ വച്ച് ഒരു പാമ്പ് ദംശിച്ചു. എനിക്ക് ആകെ ആശ്രയമായത് എൻ്റെ അമ്മ മാത്രമായിരുന്നു. ആ ബന്ധവും അന്നോടെ അവസാനിച്ചു. അതും ഭക്തനോടുള്ള ഈശ്വരൻ്റെ പ്രത്യേക അനുഗ്രഹമായി കരുതി ഞാൻ ഉത്തരദിക്കിലേക്ക് പുറപ്പെട്ടു. അവിടെ സമ്പുഷ്ടമായ പുരങ്ങളും ഗ്രാമങ്ങളും വ്രജങ്ങളും ഖനനപാടങ്ങളും കൃഷിസ്ഥലങ്ങളും താഴ്വരകളും പൂന്തോട്ടങ്ങളും വനങ്ങളും ഉപവനങ്ങളും ഞാൻ കണ്ടു. മലകളും കൊടുമുടികളും സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ ഖനികളുള്ള സ്ഥലങ്ങളും ദേവന്മാർ പോലും മോഹിക്കുന്ന തരത്തിൽ താമരകൾ വിടർന്നു നിൽക്കുന്ന ജലാശയങ്ങളുള്ള ഭൂപ്രദേശങ്ങളും മനംമയക്കുന്ന വണ്ടുകളെയും പക്ഷികളെയും ഞാനവിടെ കണ്ടു നടന്നു. ദീർഘസഞ്ചാരത്താൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തളർന്ന എന്നിൽ വിശപ്പും ദാഹവുമേറി വന്നു. അടുത്തു കണ്ട നദിയിൽ നിന്നും അല്പം ജലം കുടിച്ചു. പിന്നീട് അതിലൊന്ന് മുങ്ങിക്കുളിച്ചു.
ആ നദീജലത്തിൻ്റെ കുളിർമയിൽ എൻ്റെ തളർച്ച ശമിച്ചു. മനുഷ്യവാസമില്ലാത്ത ആ കാട്ടിൽ ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഉള്ളിലുള്ള ഈശ്വരനെ മുമ്പ് പഠിച്ചതുപോലെ ധ്യാനിക്കാൻ തുടങ്ങി. ഭാവം ഭഗവാങ്കലേക്ക് തിരിഞ്ഞ് ആ പദമലരിൽ ധ്യാനിക്കാൻ തുടങ്ങിയതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് ഭഗവാൻ ഹരി എൻ്റെ ഹൃദയകമലത്തിൽ പ്രത്യക്ഷനായി. അല്ലയോ വ്യാസദേവ! ആ സമയം ആനന്ദാതിരേകത്താൽ നിർവൃതനായ ഞാൻ പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ ആണ്ടുപോയിരുന്നു. അവിടെ ഞാൻ ഭഗവാനെയോ എന്നെ തന്നെയോ കണ്ടതില്ല. മനസ്താപം ഇല്ലാതാക്കുന്ന ആ ഭഗവത് രൂപം പെട്ടെന്ന് ഉള്ളിൽ നിന്നും മറഞ്ഞു. അതിയായി ആഗ്രഹിച്ചതെന്തോ നഷ്ടപ്പെട്ടവനെ പോലെ ഞാൻ തിടുക്കത്തിൽ ചാടിയെഴുന്നേറ്റു. വീണ്ടും ആ ഭഗവത് ദർശനത്തിനായി ഞാൻ ഒരുപാട് ശ്രമിച്ചു. കുതൂഹലത്തോടെ എൻ്റെ ഹൃദയത്തിലേക്ക് വീണ്ടും ഉറ്റുനോക്കി. ഒടുവിൽ എവിടെയും ആ രൂപം കാണാതെ ഞാൻ അസംതൃപ്തനായി ദുഃഖിച്ചിരുന്നു. വിജനമായ ആ പ്രദേശത്ത് ഭഗവത് ദർശനത്തിനായി വീണ്ടും വീണ്ടും യത്നിക്കുന്ന എന്നിൽ അതീവതരം സന്തോഷമുളവാക്കുന്നതും ദുഃഖഹരവുമായ ആ അശരീരി വാക്യങ്ങൾ ഞാൻ കേട്ടു. ആ വചനങ്ങൾ ഇപ്രകാരമായിരുന്നു: അലയോ നാരദരെ, ഈ ജന്മത്തിൽ നിനക്കെൻ്റെ ദർശനമുണ്ടാകില്ല. അപക്വമതികൾക്കും വിഷയങ്ങളിൽ പൂർണ്ണവിരക്തി വന്നിട്ടില്ലാത്തവർക്കും ഇവിടെ എന്നെ കാണാൻ കഴിയുകയില്ല. അല്ലയോ പാപമറ്റവനെ, ഒരിക്കൽ മാത്രം ഞാൻ നിനക്കെൻ്റെ ദർശനം തന്നത് എന്നിലേക്കടുക്കുവാനുള്ള നിൻ്റെ ആഗ്രഹത്തെ കൂട്ടുവാനാണ്. കാരണം ആ ആഗ്രഹം നിന്നെ എല്ലാ വിഷയങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു. കുറച്ചു കാലത്തെ സാധനയാൽ തന്നെ ഒരുവനിൽ എന്നിലുള്ള ഭക്തി അചഞ്ചലമാകുന്നു. അങ്ങനെ കാലാന്തരത്തിൽ അവൻ ലൗകിക ലോകത്തെ ഉപേക്ഷിച്ച് എന്നിൽ തന്നെ എത്തിച്ചേരുന്നു. സൃഷ്ടിയുടെ സമയത്തും പ്രളയകാലത്തിൽ തന്നെയും എന്നിൽ അർപ്പിക്കപ്പെട്ട വിശ്വാസം അവന് നഷ്ടപ്പെടുന്നില്ല. എന്നിൽ നിലക്കുള്ള സ്മൃതി എക്കാലവും നിലനിൽക്കും. ഇത്രയും കൊണ്ട് ഈശ്വരൻ്റെ മനോഹരമായ ആ ആകാശവാണികൾ അവസാനിച്ചു. അങ്ങനെ അനുഗ്രഹീതനായ ഞാൻ ആ ഭഗവാനെ ശിരസാ നമിച്ചു. ലൗകിക വിഷയങ്ങളൊക്കെ അപ്പാടെ അവഗണിച്ച് ഇടവിടാതെ പവിത്രവും പരിപാവനവുമായ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ട് അനുസ്യൂതം ഭഗവത് സ്മരണയിൽ മുങ്ങി ഭൂമിയിലുടനീളം സംതൃപ്തനായി അലൗകികനായി മതമത്സരാദികൾ വെടിഞ്ഞ് ഞാൻ സഞ്ചരിച്ചു. അങ്ങനെ ഹേ വ്യാസരെ, നിസ്സംഗനായി സകല വിഷയാനുഭവങ്ങളിൽ നിന്നും മോചിതനായി ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ലീനനായിരിക്കെ കുറേ കാലം കഴിഞ്ഞ് ഒരു മിന്നൽ പിണർ പോലെ എനിക്ക് മരണം സംഭവിച്ചു. സദാ ഭഗവത് അഭിമുഖമായ ഒരു സംശുദ്ധ ശരീരം സ്വീകരിച്ച് സർവകർമ്മവിമുക്തനായി ഞാൻ പഞ്ചഭൂതാത്മകമായ ആ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. പിന്നീട് കൽപ്പാന്തത്തിൽ ഭഗവാൻ നാരായണൻ പ്രളയജലത്തിൽ ശയിച്ചു. ബ്രഹ്മദേവൻ ആ ഭഗവാനിൽ ഉണർന്നു. വിധാതാവിൻ്റെ ശ്വസനത്തിലൂടെ ഞാനും ആ വിഭുവിനുള്ളിൽ പ്രവേശിച്ചു. 1000 യുഗങ്ങൾ കഴിഞ്ഞു. സൃഷ്ടികർത്തവ്യത്തിനായി ബ്രഹ്മദേവൻ വീണ്ടും ഉണർന്നു. മരീചി, അങ്കിരസ്, അത്രി തുടങ്ങിയ മുനികളെ സൃഷ്ടിച്ചു. അവരോടൊപ്പം ഞാനുമുണ്ടായി. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിൻ്റെ കരുണയാൽ യാതൊരു തടസ്സവും കൂടാതെ അഖണ്ഡിതമായ ഭക്തിയോടെ 3 ലോകങ്ങളും ഞാൻ ചുറ്റിക്കറങ്ങി. ഭഗവാൻ തന്നെ തന്നതും പ്രണവാകാരത്താൽ അലങ്കരിക്കപ്പെട്ടതുമായ ഈ വീണയും മീട്ടി ഹരികഥാമൃതം ആലാപനം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആ തീർത്ഥപാദൻ്റെ ശ്രവണമധുരമായ മഹിമകൾ പാടാൻ തുടങ്ങുമ്പോഴേക്കും ക്ഷണിച്ചു വരുത്തിയതുപോലെ ആ ഭഗവാൻ എൻ്റെ ഹൃദയകമലത്തിൽ എനിക്ക് ദർശനം തരുന്നു. ഭഗവാൻ ഹരിയുടെ കഥനശ്രവണങ്ങളാകുന്ന നൗക വിഷയജന്യങ്ങളായ സുഖദുഃഖങ്ങളിൽ അകപ്പെട്ടുപോയ ആതുരചിത്തന്മാരെ ഈ ഭവസാഗരത്തിൽ നിന്നും മറുകരയണയ്ക്കുന്നത് ഞാൻ കണ്ടറിഞ്ഞു. യമനിയമാദികൾ തുടങ്ങി യോഗമാർഗങ്ങളിലൂടെ കാമലോഭങ്ങൾ അടക്കാൻ സാധിക്കുമെങ്കിലും ഈ ജീവന് ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ അത് മുകുന്ദനിലുള്ള അനന്യമായ ഭക്തിയിലൂടെയല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. അല്ലയോ പാപരഹിതനായ വ്യാസദേവ, അങ്ങ് ചോദിച്ചതുപോലെ എൻ്റെ ജന്മങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം അങ്ങയുടെ സന്തുഷ്ടിക്കുതകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നാരദ മഹർഷിയുടെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് സൂതൻ പറഞ്ഞു നിർത്തുകയാണ്. അല്ലയോ ഋഷീശ്വരന്മാരെ, ഇങ്ങനെ നാരദമുനി വ്യാസരെ ഉപദേശിച്ച് അനുഗ്രഹിച്ച് തൻ്റെ വീണയും മീട്ടി എങ്ങോട്ടെന്നില്ലാതെ പ്രയാണം ചെയ്തു. അഹോ ദേവർഷേ, ഭഗവാന്റെ മഹിമകൾ വർണ്ണിച്ച് പരമാനന്ദം അനുഭവിക്കുന്നവനും
ആ പരമാനന്ദം തൻ്റെ വീണാതന്ത്രിയിൽ മീട്ടി ഈ ലോകത്തെ രമിപ്പിക്കുന്നവനുമായ അങ്ങ് ധന്യനാണ്. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 6-ാം അധ്യായം അവസാനിച്ചു. ഹരി ഓം.